ദവാ ഉൽ ഖൽബാണത്, ഹൃദയത്തിനുള്ള ചികിത്സയാണത്. ദവാ ഉൽ ഖൽബി ഖംസ. മഹാനായ അല്ലാമ ഇബ്രാഹിമുൽ ഖവ്വാസ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്, ആരിഫാണ്, ആലിമാണ്, ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവര് പഠിപ്പിച്ചു തരുന്നു, ദവാ ഉൽ ഖൽബി ഖംസത്തുൻ, ഹൃദയത്തിന് വരുന്ന അസുഖങ്ങൾക്കുള്ള പരിഹാരങ്ങൾ 5 എണ്ണമാണ്. ഒന്ന് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, ബോധത്തോടുകൂടെ ഖുർആൻ ഓതുക. വഖലാഉൽ ബത്നി, വയറ് നിറച്ച് ഭക്ഷിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ് നിറക്കാതിരിക്കുക. ഖലാഉൽ ബത്നി. വഖിയാമുൽ ലൈലി, രാത്രികാലങ്ങളിൽ 2 റക്അത്തെങ്കിലും അല്ലാഹുവിനെ തഹജ്ജുദ് നിസ്കരിക്കുക. വത്തളറുഉ ഇൻദസ് സഹരി, അത്താഴ നേരത്തെ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് അല്ലാഹുവിനോട് താണുകയാണ്, പുറത്തു തരണേ പടച്ചവനെ എന്ന് ചോദിക്കുക. വമുജാലസത്തുസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ നടക്കുക. ഈ 5 എണ്ണം കൊണ്ടല്ലാതെ മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ കലാം ഓതുന്നുണ്ടോ? നമ്മൾ ഖുർആൻ ഓതാൻ സാധിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരോട് ഞാൻ ഒന്നുകൂടെ ഉണർത്തട്ടെ, നിങ്ങളുടെ കൈകളിൽ അല്ലാഹു തആല നിഅമത്ത് തന്നിട്ട് നല്ല മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ ഖുർആനിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തേക്കണം, നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തേക്കണം. എത്ര ഖുർആനിന്റെ ആപ്പുകളുണ്ട്, തഫ്സീറുകളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, ദിക്റിന്റെ ആപ്പുകളുണ്ട്, തഫ്സീറുകളുണ്ട്, എന്തെല്ലാം ഹദീസുകൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ, എന്തെല്ലാം കിതാബുകൾ, PDF-കളും അല്ലാത്തതും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, വായിക്കാൻ. നിങ്ങളുടെ മൊബൈലുകളിൽ വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ, വാട്സപ്പിൽ വരുന്ന തോന്നിവാസങ്ങളും അനാവശ്യങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ഡൗൺലോഡ് ചെയ്യും. നമ്മളൊക്കെ ഇത്ര മടിയന്മാരാകുമെന്ന് വിചാരിച്ചിട്ടാകണം ഖുർആൻ നമ്മുടെ മൊബൈലുകൾ ഡൗൺലോഡ് ചെയ്യാൻ സംവിധാനം തന്നത്. ഉലമാ അതിനെ സംബന്ധിച്ച് ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്ത്? ഈ നമ്മുടെ മൊബൈൽ ഫോണുകളിലെ ആപ്പുകളിലെ ഖുർആൻ ഓതുമ്പോൾ വുളൂവിന്റെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. എയർപോർട്ടിൽ കാത്തിരിക്കുക, ഫ്ലൈറ്റ് ഡിലേ ആയി, 2 മണിക്കൂർ ഡിലേ ആണ്, കുറച്ച് സമയമുണ്ട്, ഖുർആൻ ഓദിക്കോ, ഒരു അൽഖഫ് ഓതിക്കൂടെ, ഒരു ആലി ഇംറാൻ ഓതിക്കൂടെ, എവിടെങ്കിലും വെയിറ്റ് ചെയ്യാൻ ഖുർആൻ ഓദിക്കോ. നമ്മുടെ മൊബൈൽ ഫോൺ സംവിധാനമല്ലേ? 1000 റുപ്യയുടെ കയ്യിൽ 2000 റുപ്യന്റെ ഫോണുള്ള കാലാണിത് അല്ലേ? അല്ലാഹുവിന്റെ നിഅമത്തിൻ, ആ നിഅമത്തിന് ശുക്ർ ചെയ്ത് ജീവിക്കും മുഅ്മിനീങ്ങൾ. ചെറുപ്പക്കാരെ, അല്ലാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യും. ദവാഉൽ ഖൽബി ഖംസത്തുൻ, ഈ ഉമ്മത്തിനുള്ള ചികിത്സ ഇനി 5 എണ്ണമാണ്. 5 ചികിത്സയിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. 5 ചികിത്സകൾ. ഒന്ന് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, നല്ല ബോധത്തോടുകൂടെ ഖുർആൻ ഓതണം. ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ, നമ്മുടെ ചെറുപ്പക്കാരികളും പെണ്ണുങ്ങളും ഹറാമായ ചിന്തകൾ മനസ്സിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി ആയത്തുൽ കുർസി ഓതിക്കോളൂ, ധാരാളം ഓതിക്കോളൂ. ആയത്തുൽ കുർസി അഫ്ളലു മാ ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമിൽ ഇത്രമേൽ ശ്രേഷ്ഠമുള്ള മറ്റു ആയത്തില്ല, സൂറയില്ല. ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഭയങ്കര അത്ഭുതമുള്ള സൂറത്തല്ലേ അത്. അഫ്ളലു മാ ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമിന്റെ പവർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ഈ ഖുർആൻ? എന്താണ് ഈ ഖുർആൻ? അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ വചനം നമ്മുടെ കൈകളിലേക്ക് അല്ലാഹു ഇറക്കി തന്നില്ലേ? ഇതിനും വലിയ നിഅമത്ത് ലോകത്തുണ്ടോ? നമ്മുടെ ഫീഹി ശിഫാഉൽ ലിന്നാസ്, ശിഫയില്ലേ ഖുർആനിൽ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. മനുഷ്യന്റെ മനസ്സിന് ചികിത്സയുണ്ട് ഖുർആനിൽ, ശരീരത്തിന് ചികിത്സയില്ലേ ഖുർആനിൽ? യാ അല്ലാഹ്, മുഅ്മിനീങ്ങൾ ഖുർആൻ ഓതട്ടെ. ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ, ഏതെങ്കിലും പ്രേമത്തിലോ ഏതെങ്കിലും സോഫ്റ്റ് കോർണറിലോ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്, നാളെ മുതൽ ഞാൻ ഇതിനില്ല, ഞാൻ മുഅ്മിനത്തായ പെണ്ണാണ്. ചെറുപ്പക്കാരാ, പറഞ്ഞേക്കണം. വല്ലവളെയും പ്രേമിച്ച് കല്യാണം കഴിക്കാനാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ പ്രേമത്തിൽ തുടങ്ങുന്ന കല്യാണത്തിന് അല്ലാഹു ബറക്കത്ത് തരില്ല കേട്ടോ. അല്ലാഹു തആല വിവാഹത്തിന്റെ മുമ്പ് നിശ്ചയം കഴിഞ്ഞ ചെറുപ്പക്കാരന് പോലും തന്റെ പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദീനാണ്. പിന്നെ എങ്ങനെയാ കണ്ടവളുടെ കൂടെ നീ നടന്നിട്ട് പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ബറക്കത്തുണ്ടാകാനാ? എങ്ങനെ ജീവിതം ശോഭിക്കാനാണ്? അവിടെ ചീറ്റലും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? അത് തകരാൻ പോകുന്ന ജീവിതമാണ്. അല്ലാഹുവിനെ അനുസരിക്കാത്ത പോക്കാണത്. നിർത്തിക്കോ ചെറുപ്പക്കാരാ. നിന്റെ പെണ്ണിനോട് പറഞ്ഞു കൊടുത്തേക്കിൻ, പെണ്ണെ, നമ്മൾ രണ്ടുപേരും തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. നമുക്ക് അല്ലാഹുവിനെ സൂക്ഷിക്കാം. ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു, ഇനി ഞാനും നീയും ബന്ധമില്ല കേട്ടോ. നിക്കാഹിലൂടെ നമുക്ക് യോജിക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെ നമുക്കിനി ബന്ധം പാടില്ലെന്ന് തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞോ ചെറുപ്പക്കാരാ. ഇത് അല്ലാഹുവിന്റെ ലോകമാണ്, നിയമം അല്ലാഹുവിനാണ്. വലഹുൽ മുൽക്ക്,
നിയമം അല്ലാഹുവിനാണ്. ഇവിടെ ലില്ലാഹിൽ ഹുക്മു മിൻ ഖബ്ലു വമിൻ ബഅദു, ഇടപെടാനുള്ള അധികാരം അല്ലാഹുവിനാണ്. ഹറാം ഉപയോഗിക്കലിൻ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യൻ. മ്യൂസിക് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ചെവിയിൽ മ്യൂസിക് വെച്ച് നടക്കുന്ന കാലമെന്ന് ഖിയാമത്തിന്റെ അടയാളം പറഞ്ഞ ആയത്തിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വൽ മആസിഫു അലാ റൂസിഹിം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഹദീസ്, അതിന്റെ ബാക്കിയിൽ വൽ മആസിഫു അലാ റൂസിഹിം ഇദാ റഅയ്തൽ മആസിഫ അലാ റൂസിഹിം, അവരുടെ തലയുടെ മുകളിൽ മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ കണ്ടാൽ അന്ത്യനാൾ അടുത്തുവന്ന് കരുതിയേക്കണം. ഇബ്നു മസ്ഊദ് എന്താണ് പറഞ്ഞെന്നറിയോ? ഹെഡ്ഫോണിൽ വെക്കുന്നത്, ഹെഡ്ഫോൺ വെച്ച് നടക്കുക, തലയാട്ടിയിട്ട് റോഡിലൂടെ ചെറുപ്പക്കാരൻ ഫുൾ ടൈം പ്ലഗ് ചെയ്തിരിക്കുക, ചെവിയിൽ കേൾക്കുന്നത് ഹറാമായ മ്യൂസിക്കുകൾ, പാശ്ചാത്യന്റെ റാപ്പ് മ്യൂസിക്കുകൾ, ഹറാമായ മ്യൂസിക്കൊക്കെ ഹറാമല്ലേ? ഏതാ ഹലാലുള്ളത്? ഒക്കെ ഹറാമാണ്, പറ്റില്ല എന്നാണ്. മനുഷ്യന് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടെന്നറിയുന്ന പടച്ചവനാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് മധുരമായ ശബ്ദം കൊടുത്ത അല്ലാഹു, ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് മധുരമായ ശബ്ദം കൊടുത്ത പോലെ അബൂ മൂസ അൽ-അശ്അരി നിങ്ങൾക്ക് അല്ലാഹു മധുരമായ ശബ്ദം തന്നുവല്ലോ. മനോഹരമായ ഖുർആൻ ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണത്. നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് ആഗ്രഹമുണ്ടെന്ന് അല്ലാഹുവിനറിയാം, അതിലേക്കൊരു നാച്ചുറൽ ഇൻക്ലിനേഷൻ. മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു താളം, ഒരു തുള്ളാനും ഒന്ന് ചാടാനും തോന്നുന്ന, നൃത്തം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ താളത്തിനെ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് വറത്തിലിൽ ഖുർആന തർതീലാ. മനോഹരമായി നിങ്ങൾ ഖുർആൻ ഓതി നോക്കിൻ. നിങ്ങൾക്ക് മ്യൂസിക്കിന് പരിഹാരം ഖുർആനല്ലേ? മനോഹരമായ ഖുർആൻ മനോഹരമായിട്ട് ഓതണം. വറത്തിലിൽ ഖുർആന തർതീലാ, ഖുർആൻ മധുരമായി ഓതണേ നബിയേ, മധുരമായി ഓതണേ മുഅ്മിനീങ്ങളെ. എന്താണെന്നറിയോ? പാട്ട് കേൾക്കാൻ മനുഷ്യന് ആഗ്രഹമുണ്ട്. ആ പാട്ടിന് പകരം മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് കഴിയും. അത് മനോഹരമായിട്ട് ഓതണം. ബഗ്ദാദിലെ തെരുവുകളിൽ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടി, തെരുവ് പാട്ടുപാടി ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അല്ലാമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ സ്വഹാബി, ആ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോൾ പാട്ട് പാടുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ പോയി പറഞ്ഞു, ഈ പാട്ടൊക്കെ പാടുന്നതിന് പകരം ലൗ ജഅൽതഹാ ലിതിലാവത്തിൽ ഖുർആൻ, ഇത്ര മനോഹരമായ ശബ്ദം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ പാട്ടുപാടാൻ നിൽക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൂടെ? ഒരു വാക്കാണ് പറഞ്ഞതാ. ആ ചെറുപ്പക്കാരന്റെ മനസ്സിനുള്ളിൽ നസീഹയാണുള്ളത്, ഹക്കിനെ സ്വീകരിക്കണമാണെന്നുള്ളത്. സ്വീകരിച്ചു. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞതല്ലേ, ഞാനത് സ്വീകരിച്ചു. പാട്ട് നിർത്തി, തന്റെ പ്രൊഫഷൻ നിർത്തിവെച്ചിട്ട്, പാട്ടുകൾ നിർത്തിയിട്ട് പിറ്റേന്ന് ബഗ്ദാദിന്റെ തെരുവുകളിൽ കാണുന്നത് ഒരു പറ്റം ആളുകളുടെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുക്കുന്നു ഇതേ ചെറുപ്പക്കാരൻ. നമ്മുടെ കഴിവുകളെ നന്മയിലേക്ക് തിരിച്ചുവിടണം. അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ്, ശബ്ദത്തിന് മധുരമുള്ള സ്വഹാബിയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അന്നൊരിക്കൽ കഅബയുടെ മുകളിൽ കയറിയിട്ട് മക്കം ഫതഹിന്റെ അന്ന് നബി തങ്ങൾ വാങ്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? മക്കം ഫതഹായപ്പോ കഅബയുടെ മുകളിൽ കയറി വാങ്ക് വിളിച്ചത് ആരാ വാങ്ക് വിളിച്ചത്? ബിലാൽ റളിയല്ലാഹു തആല അൻ. അപ്പൊ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു നല്ല ശബ്ദമുള്ള സ്വഹാബിയാണ്, ചെറുപ്പക്കാരനാ, 17 വയസ്സായിരുന്നു. അപ്പൊ ഇങ്ങനെ കളിയാക്കി, അതിനേക്കാളൊക്കെ ശബ്ദം എനിക്കുണ്ടല്ലോ എന്നൊരു സ്വരത്തിൽ ബാങ്ക് കൊടുക്കുമ്പോഴും ചെറുപ്പക്കാരൻ കളിയാക്കി ചിരിക്കുക. 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു സ്വല്ലല്ലാഹു അലൈഹി. നബി തങ്ങളുടെ രീതി നോക്കണം കേട്ടോ, അത് ഭയങ്കര അത്ഭുത. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ബാങ്ക് അറിയോ? എവിടെ ബാങ്ക് സ്ഥിരം അറിയുന്ന ആളല്ലേ, എന്നാ ബാങ്ക് കൊടുക്കും, ഞാൻ കൊടുത്തരാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, പറയ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അബൂ മഹ്ദൂറ പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു, അങ്ങനെ ബാങ്ക് മുഴുവൻ ഓതി കൊടുത്തു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, പിന്നെ ഇനി മുതൽ നിങ്ങൾ മക്കക്കാരുടെ മുഅദ്ദിനാണ്. 40 വയസ്സായപ്പോൾ പറഞ്ഞു ഈ സ്വഹാബി, അന്ന് നബി തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുക്രിപ്പനെടുക്കാൻ എന്നെ കിട്ടില്ലായിരുന്നു. അള്ളാഹുവിന് വേണ്ടി ഒരാൾ ബാങ്ക് കൊടുത്താൽ നാളെ ഖിയാമത്ത് നാളിൽ കിരീടം അറിയിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യണതെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ നിയ്യത്ത് ശരിയാവണം. അള്ളാഹുവിൻ്റെ റസൂൽ ആ കഴിവ് എന്ത് ചെയ്തു? നിങ്ങൾ കളിയാക്കണ്ട, പാട്ടുപാടുന്ന ആൾ ആൾക്ക് നിർത്തിയിട്ട് ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡൈവേർട്ട് ചെയ്യുന്നു. ഖുർആൻ മധുരമാണ്,
ഖുർആൻ മധുരമല്ലേ? എത്ര വലിയ മധുരമാണ് ഖുർആനിന്. അബു ഹഫ്സ് അബ്ദുൽ മാലിക് ക്ലെയർ അദ്ദേഹം മുസ്ലിമായിട്ട് പറഞ്ഞു, കനേഡിയൻ റെസ്ലർ പറഞ്ഞു, I have read many books. I didn't know there are books that are recited. വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട്, ഓതുന്ന കിതാബ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മുസ്ലിമാവാൻ ആഗ്രഹം ഉണ്ടായി നടന്നൊരു കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള റെസ്ലിംഗ് ചെയ്യുന്ന ആളാണ്. ഇന്ന് മെഡലുകൾ കിട്ടിയ അബ്ദുൽ മാലിക് ക്ലെയർ, കനേഡിയൻ, മുസ്ലിമായി മനോഹരമായ ഖുർആൻ ഓതുന്നുണ്ട് ചെറുപ്പക്കാരൻ. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമാവാണ്, ഖുർആൻ ഓതുന്നുണ്ട്. എന്തൊരു മധുരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. കണ്ണിനല്ല അന്ധത വരുന്നത്, ഹൃദയത്തിനാണ് അന്ധത വരുന്നത്. ആയത്തോതിട്ട് കണ്ണ് കാണാത്ത ഇയാൾ പറയാണ്, കണ്ണിനല്ലല്ലോ അന്ധത, എനിക്ക് കണ്ണില്ല ശരിയാ, പക്ഷെ അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ്. ഇത് അള്ളാഹു പറഞ്ഞത് ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. കനേഡിയൻ, എ ജേർണി നോട്ട് ലൈക്ക് എനി അതർ ജേർണി. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി, യൂട്യൂബിൽ കാണും. എന്തൊരു മനോഹരം. അവരൊക്കെ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ മതി. നമുക്ക് പാട്ട് നമുക്ക് വേണം, തോന്നിയ ദിവസം പറയണം മാപ്പിളപ്പാട്ട്, പെണ്ണിൻ്റെ ചുരുക്ക് നീ അങ്ങനെ തോളെ ഇങ്ങനെ തോളെ എന്ന് മാപ്പിളപ്പാട്ടെന്ന് പേരിടുക. എന്നിട്ട് നമ്മളാളുകൾ സ്പോൺസർ ചെയ്യാനും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ പറ്റി പറയുന്ന പാട്ട് കേട്ടോളൂ, കുഴപ്പമില്ല, മ്യൂസിക് ഇല്ലാതെ കേൾക്കണം. അന്യ പെണ്ണുങ്ങളെ കൊണ്ട് പാടിപ്പിക്കല്ല. നല്ല മാസ്റ്റേഴ്സ് ഇല്ലേ കുട്ടികൾ നല്ല പാടുന്ന, അവർ പാടിക്കോട്ടെ, നല്ല പാട്ട് പാടിക്കോളൂ, കുഴപ്പമില്ലല്ലോ. അള്ളാഹ്ക്ക്